കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും വന്ദനം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയാണ് നാം ചില നാളുകളായി പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും, പഴയ നിയമത്തിലെ പൗരോഹിത്യ വർഗത്തെയും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ വർഗത്തെയും താരതമ്യം ചെയ്ത് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കുള്ള യോഗ്യതകൾ ഒരേ ഒരു ഗോത്രത്തിൽ നിന്ന് മാത്രമാണ്. ആ ഗോത്രത്തിൽ നിന്നുള്ളവരെല്ലാം പുരോഹിതന്മാരല്ല, അഹ്റോൻ്റെ മക്കളിൽ നിന്നുള്ളവർ മാത്രമാണ്. പുതിയ നിയമത്തിലാകട്ടെ രാജകീയ പുരോഹിതവർഗം, ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, നാനാജാതി മതസ്ഥരുടെ നടുവിൽ നിന്നും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന ഏവർക്കും ആ ശുശ്രൂഷ ചെയ്യുവാൻ അധികാരമുണ്ട്. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ അവരുടെ കാലാകാലങ്ങളിൽ വരുന്ന മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. പുതിയ നിയമത്തിലാകട്ടെ ഏക മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു നിത്യ മഹാപുരോഹിതനാകിയാൽ അവൻ തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കൂട്ടത്തിൽ നിന്നും ദൈവസഭയുടെ ശുശ്രൂഷാർത്ഥം 5 വിധ ശുശ്രൂഷകളെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് എഫെസ്യർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആ കൂട്ടത്തിൽ രാജകീയ പൗരോഹിത്യ വർഗത്തിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അധ്യക്ഷൻ, ബിഷപ്പ് അഥവാ എപ്പിസ്കോപ്പോസ് അല്ലെങ്കിൽ പ്രസ്ബിറ്ററോസ് എന്ന ആ ഔദ്യോഗിക പദവിയുടെ യോഗ്യതകൾ എന്തെല്ലാം ആകണം എന്ന് ദൈവവചനത്തിൽ ഉള്ളത് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. 1, അവൻ നിരപവാദ്യനായിരിക്കണം, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതരായിരിക്കണം, ജിതേന്ദ്രരായിരിക്കണം, സുശീലന്മാരും അതിഥിപ്രിയരും ആയിരിക്കണം, ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം, മദ്യപ്രിയർ ആകരുത്, തല്ലുകാർ ആകരുത്, അടിപിടിക്കാർ ആകരുത്, ശാന്തന്മാരായിരിക്കണം, കലഹിക്കാത്തവനും കലഹമുണ്ടാക്കുന്നവനും ആയിരിക്കരുത്, ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനായിരിക്കണം, ദ്രവ്യാഗ്രഹപ്രിയന്മാരും ആയിരിക്കരുത്, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ കഴിയാത്തവൻ ദൈവസഭയെ ഭരിപ്പാൻ അനുവാദം ഇല്ല, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ പരിപാലിക്കുന്നവനും ആയിരിക്കണം എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തലൻ തിമോഥെയോസ് എന്ന എഫെസോസിലെ സഭകളുടെ അധ്യക്ഷത വഹിച്ച വ്യക്തിക്ക് അവരുടെ ശുശ്രൂഷയുടെ ആവശ്യകതകൾ, റിക്വയർമെൻ്റ് എന്താകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഒരു സാക്ഷിയെ കൊണ്ട് നമുക്ക് പോരാ, രണ്ടാമതേ ഒരു സാക്ഷിയിലേക്ക് വരാം. തീത്തോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന യോഗ്യതകൾ, SSLC പാസ്സായി 2 വർഷം ഹയർ സെക്കൻഡറിയും 3 വർഷം വിദ്യാഭ്യാസ യോഗ്യതയും അടുത്തൊരു 4 വർഷം BDയും പിന്നീട് 3 വർഷം MDയും പിന്നീട് ഒരു 5 വർഷം തീസീസൊക്കെ എഴുതി PhDയും പ്രാപിച്ച വ്യക്തിയായിരിക്കണം എന്ന് വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിൽ മൂപ്പന്മാർ അഥവാ എപ്പിസ്കോപ്പോസ് അല്ലെങ്കിൽ ബിഷപ്പന്മാർ അല്ലെങ്കിൽ പ്രസ്ബിറ്ററോസ് എന്ന ആ ഔദ്യോഗിക പദവികൾക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ആത്മീയകോളത്തിൽ പാസ്റ്റർ ആകുവാൻ ഓടി നടക്കുകയാണ് ഔദ്യോഗിക ശുശ്രൂഷ. ഒരു ചുക്കും അറിയത്തില്ല, ഒരു സഭയെ ശുശ്രൂഷിപ്പാനും ഒരു സങ്കീർത്തനവാക്യം വായിച്ച് പ്രബോധിപ്പിക്കാനും അറിയത്തില്ലെങ്കിലും അല്പം പണം കൊടുത്ത എവിടെങ്കിലുമൊക്കെ പോയി ആരുടെയെങ്കിലും കയ്യിൽ ദ്രവ്യാഗ്രഹപ്രിയന്മാരായ ദ്രവ്യാഗ്രഹദാസന്മാരുടെ കയ്യിൽ നിന്ന് തലയിൽ കൈയും വെച്ച് ഒരു സർട്ടിഫിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് വരുന്ന വ്യക്തിയും പാസ്റ്ററാണ്. എന്നാൽ ഈ പാസ്റ്റർ എന്ന യോഗ്യത അപ്പുറത്ത്, ടൈറ്റിലിനപ്പുറത്ത് എൽഡർ എന്നൊരു യോഗ്യതയായിരുന്നു ആത്മീയ കോളത്തിൽ പരക്കെ പ്രചുരമായിരുന്നിരുന്നതെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ആരും ഈ തസ്തികയിലുള്ള ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയില്ല. കാരണം എൽഡർ തോമസ്, എൽഡർ വർഗീസ്, എൽഡർ ചാക്കോ എന്നുള്ള പേരിന് വരികയില്ലായിരുന്നു. ഈ പാസ്റ്റർ എന്നുള്ള പദവി കുറച്ച് വലുതാണെന്നാണ് ഇവരുടെ ചിന്ത. എന്നാൽ എൽഡർ എന്ന പദവിയാണ് അതിൽ സ്ഥാനത്തിലും
മഹിമയിലും ഔന്നത്യമാർന്നത് എന്ന് മറക്കരുത്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പോയിമൻ ആടിനെ തീറ്റുന്ന ആട്ടിടയൻ എന്ന് മാത്രമാണ്. എന്നാൽ ബിഷപ്പ് എന്നാണ് അധ്യക്ഷന് കൊടുത്തിരിക്കുന്ന പേര്. എപ്പിസ്കോപ്പോസ് എന്നും പ്രസ്പിറ്റർ എന്നും ആ പദത്തിന് ഇംഗ്ലീഷ് അർത്ഥം വരുന്നു. തീത്തോസിന് എഴുതിയ ലേഖനത്തിലെ യോഗ്യതകൾ: അവൻ കുറ്റം ഇല്ലാത്തവനായിരിക്കണം. 2, അവൻ ഏക ഭാര്യയുള്ളവൻ ആയിരിക്കണം. ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാര്യയോടുകൂടെ, ആദ്യ ഭാര്യ പുറകിലിരിക്കുമ്പോൾ മുൻപിലത്തെ നിരയിലിരിക്കുന്ന രണ്ടാമത്തെ ഭാര്യയോടുകൂടെ പ്രസംഗിച്ച് ആത്മാവിൽ ആറാടി മഹത്വം എടുക്കുന്ന ശുശ്രൂഷന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലുണ്ട്. അതിന് കൈയടിക്കുന്നവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരോട് പ്രസംഗം നല്ലതാണെന്നും ഒക്കെ പറയുന്ന ആത്മീയ വിശ്വാസികളുമുണ്ട്. ദൈവവചനത്തിലുള്ള ഉപദേശമല്ലാതെ വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം. അപ്പൻ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുമ്പോൾ അപ്പൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിനും പഠിപ്പിക്കുന്ന ഉപദേശത്തിനും യോജ്യമായ തരത്തിൽ നടക്കുന്ന മക്കളായിരിക്കണം അവർക്കുള്ളത്. ഹാവിങ് ഫെയ്ത്ത്ഫുൾ ചിൽഡ്രൻ. ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാണ്, ദൈവത്തിൻ്റെ ആത്മീയ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ് ശുശ്രൂഷകൻ. ആകയാൽ അവൻ്റെ ഗൃഹവിചാരകത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിലെ ഉപദേശങ്ങളൊന്നും മുക്കരുത്. സ്വന്തം താല്പര്യത്തിന് പ്രകാരം ഒന്നും കയറ്റരുത്. സ്റ്റിവാർഡെന്നാണ് കൊടുത്തിരിക്കുന്ന പദം. സ്റ്റിവാർഡ്. അവൻ അനിന്യനായിരിക്കണം. പണ്ട് പ്രസംഗിച്ച വിഷയത്തിൽ നിന്നൊക്കെ മാറ്റിയാണല്ലോ ഇപ്പം പ്രസംഗിക്കുന്നത്, എന്തുപറ്റി എന്ന് ചോദിക്കുന്ന വിധത്തിൽ ആകരുത്. ആദ്യ വിശ്വാസം തള്ളുകയാൽ ശിക്ഷാവിധിയുണ്ട് എന്ന് തിമോഥെയോസിൻ്റെ 1 ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തന്മയത്വത്തോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ പ്രസംഗിക്കുന്നവനും പഠിപ്പിക്കുന്നവനും വിശ്വസിക്കുന്നവനും അതിനനുസരിച്ച് പ്രായോഗികമായി നടക്കുന്നവനുമായിരിക്കണം ദൈവദാസന്മാർ. തന്നിഷ്ടക്കാരനാകരുത്, ദൈവ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കുന്നവനായിരിക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടമായത്, അതിനപ്പുറത്തും നിൽക്കുവാൻ ആരുമില്ല എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ആത്മീയ രാഷ്ട്രീയ നേതാക്കന്മാർ ദൈവസഭയിൽ ശുശ്രൂഷിക്കരുത്. കോപിക്കരുത്, കോപമുണ്ടാകരുത്. ദൈവവചനത്തിൽ എവിടെയാണ് ഈ കോപം എന്നൊക്കെ പറയുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയിലുള്ളതാണ് കോപം. ശുശ്രൂഷന്മാർക്ക് അത് വേണ്ട. അടുത്തത് മദ്യപ്രിയൻ വേണ്ട. മദ്യപ്രിയൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം ഓയിനോസ് എന്നോ ഓക്സോസ് എന്നോ മിഥൈൻ എന്നോ ഒക്കെയുള്ള പദമാണ്. ബ്രാൻഡിയും വിസ്കിയും രോഗസൗഖ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ മദ്യപ്രിയൻ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് സഭയുടെ ഉടമസ്ഥനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിച്ച് വാൽവ് ശുദ്ധമാക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ സ്ഥിരതയോടുകൂടെ ശുശ്രൂഷ തികയ്ക്കുന്നതാണ് ദൈവവചനത്തിൽ കാണുന്നത് ഉപദേശം. 8ാമത്, അവർ തല്ലുകാരരുത്. ദേ ഷുഡ് നെവർ ബി സ്ട്രൈക്കേഴ്സ്. നമ്മുടെ പാസ്റ്ററോട് എന്ന് പറയാം, അയാൾ അത് കാര്യങ്ങൾ ചെയ്തുകൊള്ളും. പാസ്റ്റർ പ്രതിയെ വിളിച്ചിട്ട് സംസാരിച്ചു, തീർന്നില്ലെങ്കിൽ അയ്യോ അടി കൊടുത്തു വിടുന്ന പരിപാടി ദൈവവചനത്തിലില്ല. അടുത്ത ദുർലാഭമോഹി. ഈ ഷുഡ് നോട്ട് ബി എ ഫിൽത്തി ലുക്കർ. ഒരിക്കലും ദുർലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ മറച്ചു വയ്ക്കരുത്. എവിടെ പ്രസംഗിപ്പാൻ എഴുന്നേറ്റോ ആ പ്രസംഗത്തിൻ്റെ ചാതുര്യതയോടും വിശുദ്ധിയോടും കൂടെ മാത്രമേ എവിടെ പോയാലും പ്രസംഗിക്കാവൂ. അമേരിക്കയിൽ വന്നാൽ കലർപ്പ് ചേർത്ത് അമേരിക്കൻ പ്രസംഗവും, ഓർത്തഡോക്സുകാരുടെ നടുവിൽ അതിനനുസരിച്ചും, മാർത്തോമാക്കാരുടെ നടുവിൽ അതിനനുസരിച്ചും, കത്തോലിക്കരുടെ നടുവിൽ അവരെ താല്പര്യപ്പെടുന്നതനുസരിച്ചും പ്രസംഗിക്കരുത്. സുവിശേഷം ഒന്നേയുള്ളൂ. അതുകൊണ്ടാണ് യൂദ വളരെ ദുഃഖത്തോടുകൂടെ ദുരുപദേശങ്ങളുടെ നടുവിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ എഴുന്നേറ്റ് പറഞ്ഞത്, ആദ്യ വിശ്വാസത്തിനു വേണ്ടി നാം പോരാടേണ്ടതാകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട ആ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നിൽക്കണം. ദുർലാഭം ഓർത്ത് ഉപദേശത്തിൽ കലർപ്പ് ചേർക്കരുത്. അതിഥിപ്രിയൻ. എവിടെങ്കിലുമൊക്കെ ചെന്നാൽ കയറിയിരുന്ന് തിന്നുന്നത് പോലെ വീട്ടിൽ വരുന്നവരെയും തീറ്റി കൊടുക്കുവാൻ തക്കവണ്ണം അതിഥിപ്രിയൻ ആയിരിക്കണം ശുശ്രൂഷകൻ. ഹി ഷുഡ് ഹാവ് ദി ഇൻസെപ്പറബിൾ ക്യാരക്ടർ ഓഫ് ഹോസ്പിറ്റാലിറ്റി. സൽഗുണപ്രിയനായിരിക്കണം. അവനോടുകൂടെ നിൽക്കുന്നവർ ആരായാലും ശരി ദുർഗുണന്മാരാകുന്നുവെങ്കിൽ അവരെ വേർപെടുത്തി നിർത്തണം. സൽഗുണപ്രിയനായിരിക്കണം. അടുത്തത് സുബോധശീലം ഉള്ളവനായിരിക്കണം. അയ്യോ ഞാനത് അറിയാതെ അങ്ങ് പറഞ്ഞുപോയി, ഞാൻ ഉറങ്ങുകയായിരുന്നു അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നോ, സുബോധത്തോടുകൂടെ ഇരിക്കണം. ഹി ഷുഡ് ബി സോബർ. അവൻ നീതിമാനായിരിക്കണം.
ഹി ഷുഡ് ബി ജസ്റ്റ്. 14 യോഗ്യത, അവൻ നിർമ്മലനായിരിക്കണം, മാലിന്യമില്ലാത്തവനായിരിക്കണം. മാലിന്യമില്ലാത്തവൻ മാത്രമേ മാലിന്യത്തിൽ നിൽക്കുന്നവരെ മലിനത നീക്കി ദൈവകൃപയിൽ നിർത്തുവാൻ കഴിയത്തുള്ളൂ. ജിതേന്ദ്രിയനായിരിക്കണം, ഇന്ദ്രിയത്തിന്മേൽ ജയമുണ്ടായിരിക്കണം. നിർബന്ധപൂർവം കിരീടം വെച്ച കുരങ്ങൻ മൃഗങ്ങളുടെ അകമ്പടിയോടുകൂടെ ജൈത്രയാത്ര വനത്തിൽ കൂടെ നിൽക്കുമ്പോൾ ആരംഭത്തിൽ തനിക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ കണ്ട് പിടിച്ചിരുന്നു. പിന്നെ അവസാനം ഏറ്റവും ഇഷ്ടമുള്ളത് കണ്ടപ്പോൾ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി തൊപ്പിയും ദൂരെ തെറിപ്പിച്ചിട്ട് ആ ഇഷ്ടമുള്ള വൃക്ഷം തന്ന വൃക്ഷത്തിൽ ചാടിക്കയറി എനിക്കിനി ഇത് വേണ്ട എന്ന് പറയുന്ന വിധത്തിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാനായി സാഹചര്യവും സമൂഹവും പ്രേരിപ്പിക്കുമ്പോൾ ഇന്ദ്രിയത്തിന്മേൽ ജയമുള്ളവനായിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ളവനായിരിക്കണം ശുശ്രൂഷകൻ. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുന്നവനായിരിക്കണം. 17 ആകയാൽ വിരോധികൾക്ക് ബോധം വരുത്തുവാൻ ശക്തനായിരിക്കണം. ആരെല്ലാം കുറ്റാരോപണങ്ങൾ ചെയ്യാത്ത വിഷയം ചെയ്തു എന്ന് പറഞ്ഞാലും ചൂളിപ്പോകാത്ത തരത്തിൽ നിൽപ്പാൻ തക്കവണ്ണം ധൈര്യമുള്ളവനായിരിക്കണം രാജകീയ പുരോഹിതവർഗത്തിലെ ഒരു പുരോഹിതൻ. 18 ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിച്ചുകൊള്ളണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയപ്പോൾ പറഞ്ഞ് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം, എങ്കിൽ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും നശിപ്പിക്കും, ശിക്ഷിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരൊരു കാര്യം വളരെ ജാഗ്രതയോടുകൂടെ നിൽക്കണം, ശ്രദ്ധിക്കണം, പരിപാലിക്കണം. ഉപദേശപ്രകാരം മാതൃകയല്ലാത്ത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയോടുകൂടെ അത് ആരായാലും ശരി നിങ്ങൾ നിൽക്കരുത്, ആരാധിക്കരുത്. തിമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായം 6-7 വാക്യങ്ങളിൽ ആണ് ശിഷ്യന്മാർക്കുള്ള അടുത്ത ഉപദേശം. എന്ത്? പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യൻ അരുത്. പിശാചിന് വന്ന ശിക്ഷാവിധി എന്താണ്? നിഗളം. എവിടെ നിന്നോ എങ്ങനെയോ വന്ന് കയറി ശുശ്രൂഷ ലഭിച്ചു കഴിഞ്ഞ് 4 പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അങ്ങ് നിഗളിക്കരുത്. കർത്താവിനേക്കാൾ വലിയവരാണ് എന്നുള്ള ധാരണയിലാണ് ഇങ്ങനെയുള്ള പുതുശിഷ്യന്മാർ നടക്കുന്നത്. അടുത്തത്, ശിഷ്യന്മാർ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവർ ആയിരിക്കണം. അല്ലാത്ത പുരോഹിതന്മാർ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത പുരോഹിതന്മാർ പഴയ നിയമത്തിൽ വാതിൽ കഴിഞ്ഞ് അകത്ത് കയറി താമ്രത്തൊട്ടിയിലെ വെള്ളം വെച്ച് കൈ കാലുകൾ കഴുകിയാലും ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല കേട്ടോ. അതിനെക്കാട്ടിൽ വളരെ വിശുദ്ധമായ ഉപദേശമാണ് പുതിയ നിയമത്തിൽ. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിഗളിക്കരുത്, നല്ല സാക്ഷ്യം മറ്റുള്ളവരോട് പ്രാപിച്ചവർ ആയിരിക്കണം. ആരെങ്കിലും കാണുക നിങ്ങൾ വഴിയിൽ നടക്കുമ്പോൾ അതുകൊണ്ട് വരുന്നുവല്ല അവനാണ് ഇവൻ എന്ന് പറയുന്ന സാക്ഷ്യമല്ല. അയ്യോ ദാണ്ട് ആ ദൈവദാസൻ വരുന്നു, അതാണ്ട് ആ ദൈവമനുഷ്യൻ വരുന്നു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ച ദൈവദാസന്മാരുടെ ചരിത്രം ഇതിവൃത്തം തിരുവചനത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. അതാകുന്നു രാജകീയ പൗരോഹിത്യവർഗത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ അളവുകോൽ. തീരുന്നില്ല. ഈ മഹാപുരോഹിതൻ്റെ കീഴിൽ, ന്യായപ്രമാണത്തിലെ മഹാപുരോഹിതൻ്റെ കീഴിൽ ശുശ്രൂഷകന്മാരും പുരോഹിതന്മാരും കൂട്ടുപുരോഹിതന്മാരും ഉള്ളതുപോലെ പുതിയ നിയമത്തിലും ശുശ്രൂഷന്മാരുടെ സഹായ ശുശ്രൂഷ ചെയ്യുന്ന ഡീക്കന്മാരുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് ഡയാക്കോണോസ് എന്നാണ്, ഡീക്കന്മാർ. തിമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായം 8-9, 11-12 വാക്യങ്ങളിൽ ആണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുകളിൽ കണ്ട ഈ പ്രധാന ശുശ്രൂഷകന്മാർ എപ്രകാരം വിശുദ്ധിയോടും വേർപാടോടും കൂടെ നമ്മൾ തിമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായത്തിൽ കണ്ട 14 യോഗ്യതകളുണ്ടോ, തീത്തോസിന്റെ 1 ലേഖനത്തിൽ കണ്ട 18 യോഗ്യതകളുണ്ടോ, ആ യോഗ്യതകൾ മുഴുവനുള്ളവരായിരിക്കണം സഹശുശ്രൂഷന്മാരായ ഡീക്കന്മാരും. എന്തെല്ലാമാണെന്ന് നോക്കാം. 1, അവരും ഘനശാലികളായിരിക്കണം. 2, ഇരുവാക്കുകാർ ആയിരിക്കരുത്. 3, മദ്യപന്മാരായിരിക്കരുത്. 4, ദുർലാഭമോഹികൾ ആകരുത്. 5, വിശ്വാസത്തിൻ്റെ മാർഗം ശുദ്ധ മനസ്സിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. വിശ്വാസം ഒരു മർമ്മമാണ്, അത് ശുദ്ധ
ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കരുതിയാൽ പിന്നീട് അത് കളയരുത്. 6, പരീക്ഷയിൽ അകപ്പെട്ടാൽ അനിന്യരായിരിക്കണം. പരീക്ഷയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരീക്ഷയിൽ എന്നെ പ്രവേശിപ്പിക്കരുതേ. പെട്ടുപോയാൽ അനന്യരായി അതിൽ നിന്ന് ജയശാലികളായി പുറത്തു വരണം. 7, ഏക ഭാര്യയുടെ ഭർത്താവും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം ശുശ്രൂഷകന്മാർ. തീർന്നില്ല രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരാരും പ്രാകാരത്തിൽ പോലും വരാതെ ഭവനത്തിൽ മാതൃകയുള്ളവരായി ഇരുന്ന് ഭർത്താക്കന്മാരുടെ ശുശ്രൂഷകൾക്ക് പ്രാഗൽഭ്യം വരുത്തുന്നത് പോലെ പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിതവർഗം ആകുന്ന ബിഷപ്പന്മാര്, എപ്പിസ്കോപ്പമാര്, പ്രസ്ബിറ്ററന്മാര്, മൂപ്പന്മാര്, അവർക്ക് തുണ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, സഹശുശ്രൂഷകന്മാരുടെ ഭാര്യമാർ എങ്ങനെയുള്ളവരായിരിക്കണം? തിമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായം 11 അവരും ഘനശാലികളായിരിക്കണം. ഏഷണി പറയാതെ നിർമ്മതരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. സഭയിലെ ഒരു വിശ്വാസിയുടെ വിഷയം ആരെങ്കിലും വന്ന് ശുശ്രൂഷകന്റെ ഭാര്യയോട് പറഞ്ഞാൽ, ആരോടും പറയല്ല മാമേ, പ്രാർത്ഥനയ്ക്കാനാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് ആരോടും പറയാത്തവർ ആയിരിക്കണം. ഞാൻ ആ വിഷയത്തോട് യോജിക്കുമ്പോൾ തന്നെ യോജിക്കാത്തൊരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ഞങ്ങൾ ശുശ്രൂഷിച്ചു വന്ന മദ്രാസിലെ ഒരു സഭയിൽ സഹോദരിമാരുടെ യോഗം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ടു വന്ന വിശേഷ ശുശ്രൂഷകൻ പറഞ്ഞു, എന്താണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട് കല്ലറയുടെ വാതിക്കൽ ചെന്നിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയണം എന്ന് പറഞ്ഞത്? സഹോദരിമാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ നാട് മുഴുവൻ പരത്തിക്കൊള്ളും. അതുകൊണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് സഹോദരിമാരോട് പറഞ്ഞാൽ അത് അവർ നാട് മുഴുവൻ അറിയും. എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു നോക്ക്, അവരാരോടും പറയത്തില്ല. ജാഗ്രതയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെയാണ് ശുശ്രൂഷന്മാരും. കർത്താവ് പറഞ്ഞ സുവിശേഷത്തിൻ്റെ നിയോഗം, കമ്മീഷൻ എല്ലാവരോടും സുവിശേഷം പറയണമെന്നാണ്. അത് നമ്മൾ ചെയ്യാറില്ല. എന്നാൽ പറയരുതാത്തവരോട് നമ്മൾ പലപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വേണ്ട. ദൈവവചനം അനുസരിക്കുക. രാജകീയ പൗരോഹിത്യ വർഗത്തിലെ ശുശ്രൂഷകന്മാർ നമ്മളെ ആക്കി വെച്ച മഹാപുരോഹിതനാകുന്ന ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദോഷം വരാതെ വണ്ണം മാതൃകയുള്ള വിശ്വാസികളും വിശുദ്ധന്മാരും ആയിരിക്കണം എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ യോഗ്യത നമ്മളുടെ ജീവിതത്തിൽ വരേണ്ടത് SSLCയും +2വും BTHും GTHും MTHും BDയും ഒന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭക്തിയോടുകൂടെ നിൽക്കുക. ഒരിക്കൽ പ്രായമായ ഒരു അപ്പച്ചൻ്റെ സഹശുശ്രൂഷകനായി, വിദ്യാഭ്യാസം വലുതില്ലാത്ത ഒരു അപ്പച്ചൻ്റെ കൂട്ടു ശുശ്രൂഷകനായി BD പഠിച്ച ഒരു സഹശുശ്രൂഷകൻ വന്നു. അപ്പോൾ സഭയിൽ ഒരു അപ്രതീക്ഷിതമായി വ്യക്തിക്ക് ഭൂതബാധയുണ്ടായി. അപ്പച്ചൻ BD പഠിച്ച ശുശ്രൂഷകനെ ഭൂതം ഇറക്കുവാൻ പറഞ്ഞു വിട്ടു. പക്ഷേ അടിയും കൊണ്ട് തിരികെ വന്നു. വീട്ടിൽ വന്നപ്പോൾ, എന്തുപറ്റി മകനെ? അപ്പച്ചാ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ലെന്ന് മാത്രമല്ല, ഭൂതം എന്നെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മച്ചി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ, അപ്പച്ചൻ വന്നാൽ അത് ശരിയാകും. അങ്ങനെ അപ്പച്ചൻ്റെ കൂടെ പോയി ആ ഭൂതബാധിതൻ താമസിച്ച ഭവനത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ തന്നെ ഭൂതം അലറി. ചെന്ന് കൈവച്ചു, പ്രാർത്ഥിച്ചു, ഭൂതം വിട്ടോടി. തിരികെ വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞ പദം ഇതാണ്, മോനെ, അപ്പച്ചൻ്റെ കയ്യിൽ വീടിയില്ല, പക്ഷേ തീയുണ്ട്. അപ്പച്ചൻ്റെ കയ്യിൽ ആത്മാവിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ വചനമാകുന്ന അഗ്നിയുണ്ട്. മോൻ്റെ കയ്യിൽ ബീഡിയുണ്ട്, തീയില്ല. അതാണ് ഭൂതം പുറപ്പെട്ടു പോകാഞ്ഞത്. വിദ്യാഭ്യാസ യോഗ്യതയല്ല വിഷയം, ആത്മനിറവും ആത്മശക്തിയുമാണ്. ആകയാൽ രാജകീയ പുരോഹിതവർഗമാകുന്ന നമ്മൾ ദൈവ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ശുശ്രൂഷിച്ച് അനുഗ്രഹം പ്രാപിക്കാം, അനുഗ്രഹത്തിന് മുഖാന്തരമാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.